परब्रह्मतत्त्वं युवानम् वर्षिष्ठान्ते वसदृशिगणैरावृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दमूर्तिम् स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे वटविटपि समीपे भूमिभागे निषण्णम् सकलमुनिजनानां ज्ञानदातारमारात् त्रिभुवनगुरुमीशं दक्षिणामूर्तिदेवम् जननमरणदुःखच्छेद दक्षं नमामि चित्रं वटतरोर्मूले वृद्धा शिष्याः गुरुर्युवा गुरोस्तु मौनं व्याख्यानं शिष्यास्तु छिन्नसंशयाः निधये सर्वविद्यानां भिषजे भवरोगिणां गुरवे सर्वलोकानां दक्षिणामूर्तये नमः ॐ नमः प्रणवार्थाय शुद्धज्ञानैकमूर्तये निर्मलाय प्रशान्ताय दक्षिणामूर्तये नमः गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ जय नारायण गुरुप्रिये शिवगिरीश्वरी शारदे चतुरास्याक्षि शरश्चन्द्रमरीचिये ॐ ശ്രീനാരായണ പരമഗുരവേ നമ. സ്വാമി തൃപാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പൂജനീയ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് വന്ദനം. അതുപോലെ ഇസ്മായിൽ സാധനയെ വളരെ മനോഹരമായി ഭക്തി നിർഭരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ സംഘാടക സാരഥ്യങ്ങളെ, ഇസ്മായിൽ സാധനയിലെ കുടുംബാംഗങ്ങളെ, ക്ലാസ് ശ്രവിക്കുന്നതിനായി എത്തിയിരിക്കുന്ന ആത്മജിജ്ഞാസുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ദക്ഷിണാമൂർത്തി സ്തോത്രം, ശ്രീനാരായണ ഗുരുദേവ ദർശനവും എന്ന വിഷയം ആണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ ഇന്ന് 3-ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ നമ്മളുടെ പാഠഭാഗത്തിലേക്ക്, സ്തോത്രത്തിലേക്ക് കടക്കുന്ന ദിവസം കൂടിയാണ്. ധ്യാന ശ്ലോകങ്ങളാണ് നമ്മൾ ചിന്ത ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു ധ്യാന ശ്ലോകവും കൂടി മനനം ചെയ്തതിന് ശേഷം നമുക്ക് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാ ദിവസവും ഇതൊന്ന് മനനം നിങ്ങൾ ചെയ്യണം. 1-ാമത്തെ ശ്ലോകം: മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാന്തേ വസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാ രാമം മുദിതവദനം
ദക്ഷിണാമൂർത്തിമീഢേ വടവിടഭി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരാത് ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണദുഃഖച്ഛേദദക്ഷം നമാമി ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യാ ഗുരോർയുവാ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയാ നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. മനന ധ്യാന ശ്ലോകത്തിൽ അവസാനത്തെ ശ്ലോകം ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയം ഗുരുക്കന്മാർ തീർത്തുകൊണ്ടാണ് ലാസ്റ്റ് മനന ശ്ലോകം നിർത്തുന്നത്. എല്ലാവർക്കും നമുക്ക് എപ്പോഴും സംശയം ഈശ്വരൻ ആരാ, ഗുരു ആരാ, ആത്മാവാരാ എന്നൊക്കെ. അതിനുള്ള വ്യക്തമായ ഉത്തരം ആദിഗുരു തന്നെ വെളിപ്പെടുത്തുകയാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാലും സൃഷ്ടി സ്ഥിതി സംഹാര കാരണമായ ബ്രഹ്മവിഷ്ണു മഹേശ്വരാദി ഈശ്വരന്മാരായതും ഗുരു അദ്വൈത തത്വത്തെ, ആ ഏകമായ പരമാത്മ സത്യത്തെ സാക്ഷാത്കരിച്ച് അത് അരുളിത്തന്ന ഗുരുവും ആത്മേതി നമ്മളിലെല്ലാം ഇരുന്ന് പ്രകാശിക്കുന്ന ആത്മാവായതും. നോക്കൂ, ഇത് മൂന്നും ഒന്നാണ്. ഈശ്വരോ ഗുരുരാത്മേതി, ഗുരുഹു പ്ലസ് ആത്മാ പ്ലസ് ഇതി, മൂന്ന് വാക്കാണ്. ഗുരുരാത്മേതി, ഗുരുഹു ആത്മാ ഇതി. അപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, മൂന്ന് തത്വങ്ങൾ പറഞ്ഞു. ഒന്നാണെന്ന് പറയുക. ഈശ്വരൻ എന്ന് പറഞ്ഞാലും ഗുരുവെന്ന് പറഞ്ഞാലും നമ്മളിലൊക്കെ ഇരുന്ന് എല്ലാ ജീവികളിലും ഇരുന്ന് പ്രകാശിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. പിന്നെ എന്താ വ്യത്യാസമുള്ളൂ? മൂർത്തിഭേദ വിഭാഗിനേ. അവിടെ പല രൂപങ്ങളായി പ്രകാശിക്കുന്നു എന്നേ ഉള്ളൂ. പല രൂപത്തിലെ പല മൂർത്തികളായി പ്രകാശിക്കുന്നു എന്നുള്ള തത്വം ഒന്നാണ്. അതായത് മൂന്നെണ്ണം, മൂർത്തി ഒന്ന്, തത്വം. മൂർത്തി മൂന്നെണ്ണം, തത്വം ഒന്ന്. അതാണ് ഇതിൻ്റെ പൊരുൾ. അപ്പോൾ എന്നിട്ട് പറയാണ് രൂപഭേദങ്ങൾ മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മൂർത്തി ഭേദം മാത്രമാണുള്ളത്. എന്നിട്ട് പറയാണ് ഈശ്വരനും ഗുരുവും ആത്മാവും മൂർത്തിഭേദങ്ങൾ മാത്രമാണ്. അടുത്ത വരി പറയാ വ്യോമവദ്വ്യാപ്തദേഹായ, ആകാശം പോലെ എങ്ങും നിറഞ്ഞിരിക്കുന്ന. അപ്പൊ ദക്ഷിണാമൂർത്തി ഇവിടെ സകല ചരാചരങ്ങളിലും ഇരുന്ന് പ്രകാശിക്കുന്ന, സകല ദൈവങ്ങളുമായിരിക്കുന്ന, സകലത്തിലും ഇരുന്ന് പ്രകാശിക്കുന്ന ആത്മസ്വരൂപമായിരിക്കുന്ന ആ ആകാശം പോലെ എങ്ങും നിറഞ്ഞിരിക്കുന്ന ദക്ഷിണാമൂർത്തിയെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. അതൊരു രൂപം എടുത്തൊരു ഗുരുരൂപം എടുത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണോ ദൈവം, അതാണോ ദൈവം എന്നൊന്നും സംശയിക്കേണ്ട. ഇനി ആ ദക്ഷിണാമൂർത്തി തന്നെയാണ് എന്നിലിരുന്ന് പ്രകാശിക്കുന്നത്. അപ്പോൾ ഈ നമസ്കാരമൊക്കെ നമ്മളിൽ തന്നെയാണ് വരണത്. ദക്ഷിണാമൂർത്തി ഞാനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരനെ ഞാനാണ്. അപ്പോൾ ഞാൻ ആരെയാണ് നമസ്കരിക്കുന്നത്? എന്നെ തന്നെയാണ്. എന്നെ തന്നെ ഞാൻ നമസ്കരിക്കുന്ന തരത്തിൽ മനസ്സ് പരിഭാഗപ്പെടുമ്പോൾ മാത്രമാണ്
ആത്മശുദ്ധീകരണം ഉണ്ടാകുമ്പോഴാണ്, ആ ഉദ്ബോധനം ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെയൊക്കെ ജീവിതം സുഖപൂർണമാകുന്നതും ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകുന്നതും നല്ല മനുഷ്യരായി നമുക്ക് ജീവിക്കാനും ഒക്കെ സാധിക്കുന്ന ഈ ലോകത്ത്. നല്ല ചൈതന്യ സ്വരൂപികളായ മഹാപുരുഷന്മാരായി നമുക്ക് ഈ ലോകത്തുനിന്ന് ജീവിക്കാൻ കഴിയുന്നത് ഈ തത്വം അറിയുമ്പോഴാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാമെന്ന് പറഞ്ഞത്. അപ്പം വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ്. വ്യോമവത്, ആകാശം പോലെ, അഗ്നിവത്, അഗ്നിയെ പോലെ, വത്ത് അതുപോലെ എന്നർത്ഥം. വ്യോമവത് വ്യാപ്ത ദേഹായ, അതായത് ആകാശം പോലെ എങ്ങും നിറഞ്ഞിരിക്കുന്ന ശരീരത്തോടു കൂടിയ, ഒരു രൂപം എടുത്ത് അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ ഈശ്വരൻ ഒരു രൂപം എടുത്തിട്ട് അവിടെ ഇരിക്കുന്നു. ആ രൂപം എന്ന് പറഞ്ഞാൽ അത് സർവ്വദൈവങ്ങളുമാണ്, എല്ലാവരും ഇരിക്കുന്ന ആത്മാവുമാണ്, ഗുരുവുമാണ്. എല്ലാ രൂപവും കൂടി മൂർത്തിഭാവം കൊണ്ടുകൊണ്ട് ദക്ഷിണാമൂർത്തി ഇരുന്ന് അരുളുകയാണ്, വിരാജിക്കുകയാണ്. വ്യോമവത് വ്യാപ്തദേഹായ, ആകാശം പോലെ എങ്ങും വ്യാപിച്ചിരിക്കുന്ന, എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമഗുരുവായ പരമാചാര്യനായ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമഃ, നമസ്കാരം. മൂർത്തി എന്നുള്ള ശബ്ദത്തിൻ്റെ കൂടെ നമഃ എന്നുള്ള ആ നമസ്കാര ശബ്ദം വന്നപ്പോഴാണ് മൂർത്തയേ എന്ന് ചതുർത്ഥി വന്നത് കേട്ടോ. മൂർത്തിയേ എന്ന് പറയരുത്, മൂർത്തയേ. മൂർത്തി ശബ്ദത്തിൻ്റെ ചതുർത്ഥി വിഭക്തി മൂർത്തയേ. ഒന്നുകൂടെ നോക്കാം. നമുക്കതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ഈശ്വരനെന്നും ആത്മാവെന്നും ഗുരുവെന്നും പല രൂപങ്ങളായി തോന്നുന്നവനും, അല്ലെങ്കിൽ പല രൂപങ്ങളോടുകൂടി പ്രകാശിക്കുന്നവനും, ആകാശം പോലെ എങ്ങും നിറഞ്ഞിരിക്കുന്നവനുമായ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം എന്നാണ്. ഇത് ഉരുവിട്ട് പഠിച്ചോളാം കേട്ടോ. എന്നും ഇതൊന്ന് ഉപാസന ചെയ്യുക. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ. ഇനി സംശയം ഉണ്ടാകരുത്, ദൈവമാണോ ഗുരുവാണോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണം, ഇതിൽ ഏതാണ്, ആരെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, എന്താണിത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ വ്യത്യാസമൊന്നുമില്ല. നമ്മളിലേക്ക് ആത്മസ്വരൂപം തെളിയുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈശ്വര രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നതും ആ ഈശ്വരനെയും നമുക്ക് കാട്ടിത്തന്ന നമ്മളിലുള്ള ആത്മസ്വരൂപത്തെയും പറഞ്ഞു തന്ന ഗുരുവായതും നമ്മളിലൊക്കെ ഇരുന്ന് പ്രകാശിക്കുന്ന ആത്മാവായതും എല്ലാം ഒരേ ഒരു തത്വം തന്നെയാണ്. മൂന്ന് രൂപങ്ങളും ഒരു തത്വവും. അപ്പോൾ നമുക്കിനി നമ്മളുടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും ആ ഒരു വരികളുണ്ടാവണം. നമ്മുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഇടുന്നുണ്ടത്. ആ വരി എടുത്ത് വൃത്തിയായി അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേകമായ ഭാഗം രേഖപ്പെടുത്തി വെക്കുക നോട്ടിൽ. എന്നിട്ട് അത് കൃത്യമായി പഠിക്കുക, നമ്മൾ പഠിപ്പിക്കുക. ഒന്നാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. വിശ്വം ദർപ്പണദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. വിശ്വം ദർപ്പണദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. വരികളുണ്ടെന്ന് തോന്നണു, വെറുതെ ഇരിക്കരുത്. അത് മനനം ചെയ്യുക, കേൾക്കുന്നത് ശ്രദ്ധയോടെ ഹൃദയത്തിലേക്ക് എടുക്കുക. വിശ്വം ദർപ്പണദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ. പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ. ഒന്നുകൂടെ. വിശ്വം ദർപ്പണദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ. യ സാക്ഷാത് കുരുതേ പ്രബോധസമയേ. യത് സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം. യത് സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം. തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ.
എല്ലാ ശ്ലോകങ്ങളിലും 3 വരികളേ ഉള്ളൂ. അവസാനത്തെ വരി തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയേ. 4ാമത്തെ വരി നമസ്കാരം കൊടുക്കുകയാണ് എല്ലാ ശ്ലോകങ്ങളിലും. അപ്പം നമ്മൾ പറഞ്ഞു 10 ശ്ലോകങ്ങൾ ഇതിനകത്തുണ്ട്. അഷ്ടകമെന്നും അറിയപ്പെടും. ശങ്കര ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളാണ് ബാക്കി 2 ശ്ലോകങ്ങൾ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ആഴത്തിലുള്ള വേദാന്ത തത്വങ്ങൾ ഉള്ളടക്കി വെച്ചിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു കൃതിയാണ്. ഇത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കിതൊരു വേറെ ടെക്സ്റ്റാണെന്ന് തോന്നില്ല. നിങ്ങൾ പഠിച്ചു നോക്കൂ, ഇത് ഗുരുവിൻ്റെ ടെക്സ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ അറിയണത് ഗുരുക്കന്മാർക്ക് സമാനതകളാണ്. പറയുന്ന കാര്യങ്ങൾ കണ്ണുവിട, അതെന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ആരും ചോദിക്കില്ല. തത്വം 8ാം നൂറ്റാണ്ടും ഈ 19ാം നൂറ്റാണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. എന്തൊക്കെ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. മനുഷ്യർ മാറി, സമൂഹം മാറി, രീതികൾ മാറി, സാമൂഹ്യ നീതികൾ മാറി, ആചാരങ്ങൾ മാറി, അനുഷ്ഠാനങ്ങൾ മാറി. പക്ഷെ ആ തത്വം, അവർ പറഞ്ഞു വെച്ച തത്വം ഒരു 2 വിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. അവിടെയാണ് ശാശ്വതമായ ഈ സത്യത്തെ നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ നമുക്ക് ശ്ലോകം നോക്കാം. ഓരോ പദങ്ങളും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം. അവിടെ ഇത്തിരി പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വിഷമമൊന്നുമില്ല കേട്ടോ. ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യത് സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഇതിൻ്റെ പദച്ഛേദം ഒന്ന് നോക്കാം അല്ലേ, ഓരോ വരിയുടെയും. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം. ഇവിടെ ഒന്നും പിരിക്കാനില്ല. ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. അവിടെ നമുക്ക് നിജ അന്തർഗതം. നിജ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഓൺ, മൈ ഓൺ, അവർ ഓൺ, നമ്മുടെ തന്നെ. നിജ അന്തർഗതം, അവനവൻ്റെ ഉള്ളിലാണ്. നിജാന്തർഗതം. അടുത്ത വാക്കും പിരിക്കാനുണ്ട്. പശ്യന്നാത്മനി. പശ്യൻ പ്ലസ് ആത്മനി വരുമ്പോൾ പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം. അത് പിരിക്കാനുണ്ട് കേട്ടോ. ബഹിഹി ഇവ ഉദ്ഭൂതം. ബഹിരിവോദ്ഭൂതം അങ്ങനെ എഴുതാം നമുക്ക്. ബഹിഹി പ്ലസ് ഇവ പ്ലസ് ഉദ്ഭൂതം. ഊ എഴുതുക, ദ ഭൂതം, ഉദ്ഭൂതം. ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ പശ്യൻ ആത്മനി മായയാ ബഹിഹി ഇവ ഉദ്ഭൂതം യഥാ നിദ്രയാ. അടുത്തത് യഹ സാക്ഷാത് കുരുതേ പ്രബോധസമയേ. പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം. സ്വാത്മാനം ഏവ അദ്വയം കേട്ടോ. അത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? സ്വാത്മാനം ഏവ അദ്വയം. സ്വാത്മാനമേവാദ്വയം. സ്വാത്മാനം ഏവ അദ്വയം. അടുത്തതിൽ പിരിക്കാനൊന്നുമില്ല. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയേ അല്ലേ. ഇനി എല്ലാവരും ഇതൊന്നും മന്നം ചെയ്യാട്ട് ഉള്ളിലൊന്ന് ചൊല്ലി നോക്കുക ആ വരികൾ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അന്വയത്തിലേക്ക് കിടക്കാം. പദച്ഛേദം ചെയ്തു നമ്മൾ. നമുക്കിതിൻ്റെ അന്വയം ഗദ്യരൂപം എന്ന് പറയും. ഒരു പദ്യത്തെ ഗദ്യരൂപത്തിലാക്കുമ്പോഴാണ് അതിൻ്റെ ആശയം നമ്മളിലേക്ക് തെളിയുക. ആദ്യ ശ്ലോകം ആലാപനം ചെയ്യും, പിന്നെ അത് പദച്ഛേദം ചെയ്യും, അതിനുശേഷം അതിൻ്റെ പ്രോസ് ഓർഡർ ആക്കും നമ്മൾ, അതിനുശേഷം നമ്മൾ അർത്ഥവിചാരം ചെയ്യും, അതിനുശേഷം നമ്മൾ അതിനെ വ്യാഖ്യാനിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഗദ്യരൂപം എന്നും കൂടി പറയും. അന്വയത്തിന് ഗദ്യരൂപം, പ്രോസ് ഓർഡർ എന്ന് പറയും. നോക്കാം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. ഏകദേശം പ്രോസ് ഓർഡറിലാണ് അത് അടുക്കി വെച്ചിരിക്കുന്നത്. നിജാന്തർഗതം. അത് ഒന്ന് കുറിക്കുന്നുണ്ടെന്ന് തോന്നണു. വിശ്വം
ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം ആത്മനി മായയാ ബഹിഹി ഇവ ഉദ്ഭൂതം. ആത്മനി മായയാ ബഹിഹി ഇവ ഉദ്ഭൂതം. ആത്മനി മായയാ ബഹിഹി ഇവ ഉദ്ഭൂതം യഥാ നിദ്രയാ പശ്യൻ. സ്വപ്നം കാണുന്നത് പോലെ. യഥാ നിദ്രയാ പശ്യൻ ആത്മനി നമ്മൾ പിരിച്ചില്ലേ, അവിടെ പശ്യൻ പ്ലസ് ആത്മനി എന്നാണ്. അപ്പോൾ യഥാ നിദ്രയാ പശ്യൻ. പ്രബോധസമയേ യഹ, മൂന്നാമത്തെ വരിയിലാണ് അത് വരുന്നത്. പ്രബോധസമയേ യഹ എഴുതുന്നുണ്ടെന്ന് തോന്നണം. സ്വാത്മാനമേവ അദ്വയം സാക്ഷാത്കുരുതേ. പ്രബോധസമയേ യഹ സ്വാത്മാനമേവ അദ്വയം സാക്ഷാത്കുരുതേ. അദ്വയമായ ആ സത്യത്തെ തന്നിൽ സാക്ഷാത്കരിക്കുന്നു. സ്വാത്മാനമേവ അദ്വയം സാക്ഷാത്കുരുതേ. തസ്മൈ, ബാക്കി അങ്ങനെ തന്നെ. ശ്രീ ഗുരുമൂർത്തയേ, ശ്രീ ദക്ഷിണാമൂർത്തയേ ഇദം നമഃ. ഇദം നമഃ മാത്രം അവസാനം വെച്ചാൽ മതി. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ, ശ്രീ ദക്ഷിണാമൂർത്തയേ ഇദം നമഃ. എന്നോട് അന്വയം പറയാം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം ആത്മനി മായയാ ബഹിഹി ഇവ ഉദ്ഭൂതം യഥാ നിദ്രയാ പശ്യൻ. പ്രബോധസമയേ യഹ സ്വാത്മാനമേവ അദ്വയം സാക്ഷാത്കുരുതേ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ, ശ്രീ ദക്ഷിണാമൂർത്തയേ ഇദം നമഃ. അവസാനത്തെ ഇനി അന്വയങ്ങൾ എല്ലാ ശ്ലോകങ്ങളും വരുമ്പോൾ അവസാനത്തെ വരിയുടെ അന്വയം ഇങ്ങനെയാണത് ഫിക്സ് ചെയ്ത് വെച്ചു. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ ശ്രീ ദക്ഷിണാമൂർത്തയേ ഇദം നമഃ. രണ്ടാമത്തെ ലൈനിന്റെ ഒന്നുകൂടെ പറഞ്ഞേ. രണ്ടാമത്തെ ലൈനിന്റെ നോക്കാം ഒന്നുകൂടെ പറയാം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം ആത്മനി എന്നാ തുടങ്ങണ രണ്ടാമത്തെ വരി. ആത്മനി മായയാ ബഹിഹി ഇവ ഉദ്ഭൂതം. പുറത്തെന്ന പോലെ തോന്നുന്നു. ബഹിഹി ഇവ ഉദ്ഭൂതം യഥാ നിദ്രയാ പശ്യൻ. അത് അങ്ങനെയാണ്. ഇനി നമ്മൾ ഓരോന്നും പറഞ്ഞ് അന്വയക്രമത്തിൽ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിട്ടുപോയതൊക്കെ അന്നേരം എഴുതിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പദ്യം, ഈ ശ്ലോകം, ഈ മന്ത്രം ഏത് വൃത്തത്തിലാണ് രചിച്ചതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ? ശാർദൂല വിക്രീഡിതമാണ് വൃത്തം കേട്ടോ. വൃത്തം ശാർദൂല വിക്രീഡിതം കേട്ടിട്ടുണ്ടോ? ശാർദൂല വിക്രീഡിതം ഇതിനു മുമ്പ്. അപ്പോ ശാർദൂല വിക്രീഡിതം, ഓക്കെ. ശാർദൂല വിക്രീഡിത വൃത്തത്തിലെ ശ്രീനാരായണ ഗുരുദേവൻ കൃതികൾ രചിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ഏതെല്ലാം കൃതികളാന്ന് പറയാം. ഇപ്പൊ ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉത്തരം കിട്ടും. പക്ഷെ നമുക്ക് ടീച്ചർ പറഞ്ഞത് ഭദ്രകാളി അഷ്ടകം. അപ്പൊ നമുക്ക് അറിയാം ഇത് ഓഡിയോ, ഇത് റെക്കോർഡിംഗ് ആയതുകൊണ്ട് നമുക്ക് പറഞ്ഞാൽ ഒത്തിരി ശബ്ദം വരുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. നിങ്ങൾക്ക് എല്ലാം അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. 19 അക്ഷരങ്ങളുണ്ട്. ഇനി ഗുരുദേവന്റെ കൃതികൾ ഒറ്റ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. ബാക്കി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഫില്ല് ചെയ്താൽ മതി. ഭദ്രകാളി അഷ്ടകം ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ്. ശ്രീകൃഷ്ണ വിലാസം ബ്രഹ്മവിദ്യാ പഞ്ചകം, അർദ്ധനാരീശ്വര സ്തവം ഇതൊക്കെ ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത് അല്ലെ? ശ്രീമച്ചങ്കര പാണി പല്ലവകിരല്ലോലംബമാലോല്ലസൻ. അതുപോലെ തന്നെ
നിത്യാനിത്യ വിവേകദോഹി നിതരാം നിർവേദമാപദ്യ. അയ്യോ ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു, അല്ലേ? ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ദർശനം 4 കൃതികൾ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഗുരുവിൻ്റെ ആ ഒരു ഈണത്തിലാണ് നമ്മൾ ഇതും ചൊല്ലേണ്ടത്. അപ്പോൾ ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി. അതുപോലെ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യത് സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഇനി നമുക്ക് അതിൻ്റെ ഓരോ പദങ്ങളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. എന്നിട്ടല്ലേ നമുക്ക് ആശയം പറയാൻ പറ്റുള്ളൂ. നോക്കാം. ആദ്യം പറയുന്നത് വിശ്വം എന്ന പദമാണ്. വിശ്വം വിശ്വം എന്ന പദത്തിൻ്റെ അർത്ഥം പ്രപഞ്ചം എന്നാണ്. പ്രപഞ്ചം. ശ്രീനാരായണ ഗുരുദേവ ദർശനം പറയുമ്പോൾ നമുക്ക് ഈ അർത്ഥത്തിലുള്ള ഒരു വാക്ക് ഗുരു ആ വാക്ക് തന്നെ പ്രയോഗിക്കാതെ അതിന് സമാനമായ അമരകോശത്തിലെ അതിനപ്പുറവുമുള്ള സകല പദങ്ങളും ഗുരു ഉപയോഗിച്ചിട്ടുണ്ടാവും. ഗുരുവിൻ്റെ ആ പദസമ്പത്തി അനിർവചനീയമാണ്. മഹാഗുരുക്കന്മാർ അങ്ങനെയാണ്. ഇവിടെ ഉപയോഗിച്ചേക്കുന്ന പദത്തിന് വിശ്വം എന്നാണ്. അതായത് സകലതിനെയും ഉൾക്കൊള്ളുന്ന അവസ്ഥ എന്നാണ്. പ്രപഞ്ചം എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ വിശ്വത്തിന് പകരം പറയുന്ന വാക്കുകളൊക്കെ അവിടെ എഴുതി വയ്ക്കുക. നമ്മളപ്പോൾ വിശ്വം എന്ന് പറയും, സംസാരം എന്ന് പറയും, പ്രപഞ്ചം എന്ന് പറയും, ലോകം എന്ന് പറയും, ജഗത്ത് എന്ന് പറയും. നമ്മുടെ മനസ്സിൽ തോന്നണൊക്കെ ഒന്ന് കുറിച്ച് വയ്ക്കുക, അല്ലേ? വിശ്വം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തെല്ലാം പദങ്ങൾ ഓടിയെത്തും? വിശ്വം, സംസാരം, പ്രപഞ്ചം, ലോകം, ജഗത്ത്. മൊത്തത്തിൽ അർത്ഥം ഒന്നാണെങ്കിലും സൂക്ഷ്മമായി നോക്കുമ്പോൾ കുറച്ചൊക്കെ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വിശ്വം എന്ന് പറഞ്ഞാൽ സകലതിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഇനി സംസാരം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജനന മരണ ദുഃഖച്ഛേദദക്ഷം നമാമി. സംസാരം, അവിടെ സംസാരം എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. ജനന മരണ ചക്രം. പ്രപഞ്ചം, ഈ ലോകം അങ്ങനെയാണല്ലോ. ഭൗതിക ലോകം എന്നുള്ള അർത്ഥത്തിലെ ജനന മരണങ്ങളുടെ ചക്രം എന്നുള്ള അർത്ഥമാണ്. സംസാരം അങ്ങനെയാന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടെ ജനിച്ചും മരിച്ചും ഇങ്ങനെ ആ ചക്രം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം. അപ്പോൾ സംസാരം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങളുടെ ചക്രം. ഇനി പ്രപഞ്ചം എന്ന് പറഞ്ഞാലോ, പ്രപഞ്ചം പ്രകർഷേണ പഞ്ചായതേതി പ്രപഞ്ചം. അതായത് സമസ്ത പഞ്ചഭൂതാത്മകം. ഭൂമി, ജലം, ആകാശം, വായു, അഗ്നി എന്നീ പഞ്ചഭൂതങ്ങൾ എല്ലാത്തിനും അർത്ഥം ഒന്ന് തന്നെ. പക്ഷെ അവിടെ ആ ഒരു അർത്ഥതലത്തിലേക്കാണ് നമ്മൾ പോകണം. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സകലതും അടങ്ങിയ, അവിടെയൊക്കെ പ്രകൃതിയും ബഹിരാകാശവും ചേർന്നത്, അതെല്ലാം ചേർന്ന് വരും പ്രപഞ്ചം എന്നുള്ള വാക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോൾ. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ സന്ദർഭത്തിനനുസരിച്ച് ഈ ലോകത്തെ പറയുന്ന വാക്കുകൾ വന്നു പോകും. ആ സന്ദർഭത്തിനനുസരിച്ച് ഉണ്ടോ. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ എന്താ? സകലതുമുണ്ട്. ആകാശം ഉൾപ്പെടെ, ഈ പ്രകൃതി ഉൾപ്പെടെ നമുക്ക് ചുറ്റുമുള്ള സകലതും അടങ്ങിയ പ്രകൃതിയും ബഹിരാകാശവും ഒക്കെ ചേർന്ന ലോകത്തെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിന് പഞ്ചഭൂതാത്മകമാണ്. ആ അർത്ഥത്തിൽ പറയുമ്പോഴും നമ്മൾ പ്രപഞ്ചം എന്ന് പറയും. 5 അറിവ് ജീവിയാണ് മനുഷ്യൻ എന്ന് പറയും, അല്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അല്ലേ? ഈ 5നെയും ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളാണ് ഈ 5 എണ്ണവും. അതിലേക്കൊന്നും നമുക്ക് പോകണ്ട, ഇപ്പോൾ പിന്നെ പറയാം. അതിന് ഇടം വരുന്നുണ്ട് ശ്ലോകം. അപ്പോൾ സംസാരം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങളുടെ ചക്രം. കാരണം നമ്മൾ ആധ്യാത്മികതയിൽ ഇരിക്കുന്നവർക്ക് ഈ പദങ്ങളൊക്കെ എപ്പോഴും നല്ല പരിചയം വേണം. അതുകൊണ്ടാണ്. ഇനി അടുത്ത് ലോകം എന്ന് പറയും. ലോകം ശോകഹതം ച സമസ്തം, അല്ലേ? ലോകം,
അപ്പോൾ ജീവജാലങ്ങളെല്ലാം കൂടി വസിക്കുന്ന ഒരിടം ഉള്ള അർത്ഥം വരും അവിടെ. കണ്ടോ, നമ്മൾ നോക്കിക്കേ. അപ്പം അത് നമ്മൾ എവിടെ അത് പ്രയോഗിക്കുന്നോ അപ്പം നമ്മളിൽ നിന്ന് അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള പദങ്ങളെ വരുള്ളൂ. ലോകം, ജീവജാലങ്ങളെല്ലാം വസിക്കുന്ന, അവിടെ മനുഷ്യർ മാത്രമല്ല സകല ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇടം എന്ന അർത്ഥത്തിൽ നമ്മൾ ഈ യൂണിവേഴ്സിനെ പറയുമ്പോൾ നമ്മൾ ശരിക്കും അത് ലോകം എന്ന് തന്നെ പറയുള്ളൂ, അല്ലേ? ദൈനംദിന ജീവിതത്തിൽ നാം ജീവിക്കുന്ന ഭൂമി, ആ ഭൂമി എന്ന അർത്ഥത്തിൽ നമ്മൾ ലോകം എന്ന് പറയും. അടുത്ത ജഗത്ത് എന്ന് പറയും. സംസ്കൃത പദമാണത്. ജഗത്ത്, ഗമന സ്വഭാവമുള്ളത്, ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ സമസ്തയും അനുദിനം നിമിഷം സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്പന്ദനമില്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. കാരണം ബ്രഹ്മശക്തി സ്പന്ദിച്ചാണല്ലോ ഈ പ്രപഞ്ചമായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ജഗത്ത് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരർത്ഥം പറഞ്ഞ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന പ്രപഞ്ചം. ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വിശ്വം എന്ന പദത്തിനെ നമ്മൾ ഒറ്റ വാക്കിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ, വിശ്വം. അപ്പൊ എന്താ? സകലതിനെയും ഉൾക്കൊള്ളുന്ന അവസ്ഥ. സംസാരം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങളുടെ ചക്രം, ഭൗതിക ലോകം, അല്ലേ? നമ്മൾ പറയാറില്ലേ, ഓം സംസാരതാപശമനായ നമഃ. പാദങ്ങളെ നമ്മൾ പുരുഷ്പാഞ്ജലി മന്ത്രത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ്. എന്തുകൊണ്ടാണ് അവിടെ സംസാരം എന്ന് ഉപയോഗിച്ചത്? ജനന മരണങ്ങളോടുകൂടിയ, ജന്മ ദുഃഖജരാവ്യാധികളോട് കൂടിയ ഈ പ്രപഞ്ചം എന്നും ദുഃഖാത്മകമാണ്, നമ്മളെ തപിപ്പിക്കുന്നവയാണ്. അതുകൊണ്ടാണ് സംസാരതാപശമനായ നമഃ എന്ന് പ്രാർത്ഥിച്ചത്. അതുപോലെ പ്രപഞ്ചം നമ്മൾ പറഞ്ഞു, നമുക്ക് ചുറ്റുമുള്ള സകലതും അടങ്ങിയ, അവിടെ പ്രകൃതിയുണ്ട്, ബഹിരാകാശമുണ്ട്, എല്ലാതും ചേർന്ന ലോകത്തെയാണ് നമ്മൾ പ്രപഞ്ചമെന്ന് പറയുന്നത്. പിന്നെ അടുത്ത നമ്മളിപ്പോൾ പറഞ്ഞ ലോകം, അല്ലേ? അത് ജീവജാലങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന്, ഒരു കുഞ്ഞാണ് മുതൽ അതിൽ ഉൾപ്പെടും. ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഓർക്കണം, കോമൺ ആയിട്ട് പറയുമ്പോൾ അർത്ഥം ഒന്നാണ്, പക്ഷേ നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പദങ്ങൾ അവിടെ പ്രയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് വിശദീകരിച്ചത്. നമ്മൾ ലോകം എന്ന് പറഞ്ഞാൽ എർത്ത് എന്ന് പറയും, യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന അർത്ഥം തന്നെയാണ്. ജഗത്ത് എന്ന് പറഞ്ഞാൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ്. മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന പ്രപഞ്ചം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ ജഗത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകത്തെ പറയുക വിശ്വം, അതിൻ്റെ ഒരു വിഗ്രഹം ഉണ്ട്. വിവിധം ഭ്രമണം കരോതി ഇതി വിശ്വം. വിവിധം ഭ്രമണം കരോതി ഇതി വിശ്വം. ഉണ്ടായി നിലനിന്ന് മറയുന്ന നാമരൂപാത്മകമായ പ്രപഞ്ചം എന്നർത്ഥം. വിവിധ രൂപത്തിൽ ഭ്രമണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, അത് മറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രപഞ്ചം നമ്മളിത് പഠിച്ചു കഴിയുമ്പോണ്ടല്ലോ, നമ്മൾ വേറൊരു ലോകത്താവും. ശ്രദ്ധിച്ച് പഠിച്ചാൽ, ആ മനസ്സ് കൊണ്ടുപോയി അവിടെ വെച്ചാൽ, തൃപ്പാദങ്ങളിൽ വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ നമ്മുടെ മുന്നിലൂടെ നൃത്തം ചവിട്ടിക്കൊണ്ട് കടന്നു പോകും. വരികൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും. കാരണം നിങ്ങൾ അത്ര ധ്യാനനിഷ്ഠയുള്ളവരും ഉപാസന ചെയ്യുന്നവരും ആധ്യാത്മികതയിൽ പക്വത വന്നവരുമാണ്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉപാസന ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് തനിയെ തെളിഞ്ഞു വന്നുകൊള്ളും. അപ്പം അതുകൊണ്ടാണ് ഒരു ധ്യാനാത്മകമായിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഉണ്ടായി നിലനിന്നു മറയുന്ന ആ നാമരൂപാത്മകമായ പ്രപഞ്ചം, അല്ലെങ്കിൽ ഈ സംസാര ചക്രത്തെ നിലനിർത്തുന്ന അനന്തമായ ഈ പ്രപഞ്ചം, വിശ്വം, അതെങ്ങനെയാണെന്ന് പറയുക ഗുരു. നമ്മൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകും. ദൈവമേ, ഇതിനെയാണോ ഞാൻ ഇത്ര റിയാലിറ്റിയോടുകൂടി കണ്ട്, ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്രയും കരഞ്ഞത്, ദുഃഖിച്ചത്, വേദനിച്ചത്, ഓടിയത് എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും. നോക്കൂ, ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം. ദർപ്പണം, കണ്ണാടി. സംസ്കൃത ശ്ലോകമാണല്ലോ, സംസ്കൃത പദങ്ങളാണ്. ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി. ദൃശ്യമാനം എന്ന് പറഞ്ഞാൽ അതിൽ കാണപ്പെടുന്ന
നഗരീതുല്യം, ഒരു നഗരത്തിന് തുല്യമാണ്. ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം, ഒരു കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്ന നഗരം പോലെയാണ് ലോകം. അർത്ഥം എഴുതി വെക്കണം. കുറച്ച് ദാർശനിക തലമാണ്, കുറച്ച് ഒന്ന് മനസ്സിലായാൽ പിന്നെ നമ്മൾ പോകും. അപ്പൊ ഇത്തിരി ശ്രദ്ധിക്കുക, അത് വിശദീകരിച്ച് തരാം. കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്ന അല്ലെങ്കിൽ നഗരം പോലെയാണ് വിശ്വം. നമ്മൾ ഒരു നഗരത്തിന്റെ അടുത്ത് ഒരു കണ്ണാടി കൊണ്ടുവന്ന് വെച്ചാൽ ആ നഗരത്തിന്റെ മുഴുവൻ ചിത്രവും ആ വലിയ കണ്ണാടിയിലേക്ക് പ്രതിബിംബിക്കും. അപ്പോൾ കണ്ണാടിയിൽ കാണുന്ന ശരിക്കും നഗരമാണെന്നല്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന നഗരമാണെന്നല്ല ഗുരു പറഞ്ഞിരിക്കുന്നത്. കണ്ണാടിയിൽ പ്രതിബിംബിച്ച്, ആ പ്രതിബിംബിച്ച് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. പ്രതിബിംബത്തിന് ഒരിക്കലും ബിംബത്തെ ആശ്രയിക്കാതെ നിലനിൽപ്പില്ല. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനിവിടെ ഇരിക്കുക, ഇവിടെ ഇരുന്നാൽ എൻ്റെ പ്രതിബിംബമാണ് സ്ക്രീനിൽ കാണുന്നത്. ആ പ്രതിബിംബത്തിന് എന്തെങ്കിലും കഴിവുണ്ടോ? ഇവിടുന്ന് നമ്മൾ മാറിയാൽ ആ പ്രതിബിംബവും ഇല്ല. അപ്പോൾ ആ പ്രതിബിംബത്തിന് എത്രത്തോളം റിയാലിറ്റി ഉണ്ടോ അത്രയേ ഉള്ളൂ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിൽ. ഒരു തടാകത്തിൻ്റെ തീരത്തൊരു സിംഹം വന്ന് നിന്നാലേ ആ സിംഹത്തിൻ്റെ പ്രതിബിംബം അവിടെ കാണും. അപ്പോൾ അത് അതിനെ നോക്കി കുരക്കുകയും കരയുകയും ഒക്കെ ചെയ്യും. പക്ഷെ വേറൊരാൾ പറയുകയാണ്, അത് നീ തന്നെയാണ് അല്ലേ, നീ ഇല്ലെങ്കിൽ ആ പ്രതിബിംബവും ഇല്ല, നിന്നെ ആശ്രയിച്ച് മാത്രമാണ് അത് കുരയ്ക്കുകയും പിന്നെ മൗനമായി നിൽക്കുകയൊക്കെ ചെയ്യണത് അല്ലേ. അപ്പൊ പ്രതിബിംബത്തെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്നതാണ് എന്ന ആശയത്തിലാണ് ഇവിടെ പറഞ്ഞു വരാൻ പോകുന്നത്. നമ്മൾ കാണുന്നതെല്ലാം റിയൽ അല്ല, ശരിയായ വിഷൻ അല്ല, അതൊരു പ്രതിബിംബ ചൈതന്യമാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ഓർക്കുവാണ്, ഈ പ്രപഞ്ചം കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്ന നഗരം പോലെയാണ് ഈ ലോകം എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവമേ, ഒരു ഉരുള ചോറ് കഴിച്ചാൽ വയറ് നിറയുന്ന എൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ പ്രതിബിംബിക്കുക? എൻ്റെ ഉള്ളിലെ ലോകമാണ് പുറത്ത് കാണുന്നതെന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധ്യമാകും അല്ലേ? അതൊക്കെയാണ് നമുക്ക് വിശദീകരിച്ച് പഠിക്കേണ്ട വസ്തുത. ദാർശനികമായ ചിന്താപദ്ധതിയാണിത്, പക്ഷെ സത്യവുമാണ്, പരമസത്യവുമാണിത്. അപ്പോൾ എഴുതിക്കൊള്ളണം, ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം, കണ്ണാടിയിൽ പ്രതിബിംബിച്ചു കാണുന്ന നഗരം പോലെയാണ് ലോകം. അപ്പോൾ കണ്ണാടിയും പ്രതിബിംബവും അവിടെ നിൽക്കട്ടെ, ആ കണ്ണാടിയിൽ ഒരു പ്രതിബിംബം കാണുന്നുണ്ട്, ഒരു നിഴല് കാണുന്നുണ്ട്, ഒരു ഛായ കാണുന്നുണ്ട്. ആ ഛായ വെറും ആ നിഴൽ മാത്രമാണ് ലോകം എന്നാണ്. അപ്പൊ നോക്കൂ, ഇപ്പൊ ആശയം മാത്രമേ പറയുന്നുള്ളൂ, വ്യാഖ്യാനമായിട്ടില്ല. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം, കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്ന നഗരം പോലെയാണ് ലോകം. അവിടെ സംശയമുണ്ട്, ആ സംശയ ദൂരീകരണം ഉണ്ടാകും. ആഴത്തിൽ മനസ്സിലാക്കി ഗുരുദർശനത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് വാക്കിന്റെ അർത്ഥം മാത്രം ഇപ്പൊ പറയുന്നത്, കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്ന നഗരം പോലെയാണ് ലോകം. അടുത്തത് പറയാണ് നിജാന്തർഗതം. നിജ എന്ന് പറഞ്ഞ ഓൺ, അവർ ഓൺ, നമ്മുടെ തന്നെ. അന്തർഗതം, അവനവന്റെ ഉള്ളിൽ തന്നെയാണ് ലോകം, അവനവന്റെ ഉള്ളിൽ തന്നെയാണെന്ന്. അവനവന്റെ ഉള്ളിലുള്ളതിനെ മാത്രമേ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്തെ മുഴുവൻ ഞാനെങ്ങനെ എൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നത്, അങ്ങനെ ആയിരിക്കില്ല നമ്മുടെ ഉള്ളിലേക്ക് വന്ന ചിന്ത. അതിനുള്ള ഉദാഹരണ സഹിതമാണ് ഈ ശ്ലോകം. യാതൊരു സംശയത്തിനും നിവൃത്തിയില്ലാതെയാണ്, കാര്യമില്ലാതെയാണ് ഈ ശ്ലോകം കൊണ്ടുപോകുന്നത്. അപ്പോൾ പറയാണ് നിജാന്തർഗതം, അന്തഹ എന്ന് പറഞ്ഞ ഉള്ളിൽ, അന്തർഗതം എന്ന് പറഞ്ഞ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. പുറത്ത് കാണുന്ന ലോകം, ഓരോരുത്തരും കാണുന്ന ലോകം ഉണ്ടായത് അവരവരുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നിജാന്തർഗതം, അപ്പോൾ എന്നിൽ തന്നെയാണ് എൻ്റെ ലോകം. വാക്കിന്റെ അർത്ഥം എഴുതി വെക്കുക കേട്ടോ. അടുത്തത് പറയ ആത്മനി മായയാ ബഹിഹി ഇവ ഉദ്ഭൂതം. ആത്മനി, ആത്മശബ്ദത്തിന്റെ സപ്തമി വിഭക്തിയാണ്. ആത്മാവിൽ എന്നുള്ള അർത്ഥം പറയുമ്പോഴാണ് നമ്മൾ ആത്മനി എന്ന് പറയണത്. അല്ലെങ്കിൽ നമ്മൾ ആത്മാ എന്നുള്ള ശബ്ദമാണ് പ്രഥമയിൽ പറയും. ആത്മനി, ആത്മാവിൽ.
ആത്മാവിൻ്റെ എന്ന് പറയണമെങ്കിൽ ആത്മനഃ, ഷഷ്ടി ആത്മനഃ. ഇവിടെ ആത്മനി, ആത്മാവിൽ ഒരു പദം തന്നെയാണ് കേട്ടോ. വിഭക്തിയിൽ വന്നപ്പോൾ, സപ്തമിയിൽ വന്നപ്പോൾ ആത്മനി എന്ന് പറഞ്ഞോളൂ. ആത്മനി, ആത്മാവിൽ, അതായത് ആത്മാ എന്ന അധിഷ്ഠാനത്തിൽ, ആത്മാവെന്ന അധിഷ്ഠാനത്തിൽ എന്നർത്ഥം. ഒരു അടിത്തറ വേണമല്ലോ എന്തിനും. നമ്മൾ കാണുമ്പോൾ ഒരു സമുദ്രത്തിൽ ഇങ്ങനെ നിരവധി നിരകള്, പതകള്, തിരകള്, തിരമാലകള് ഒക്കെ കൊണ്ട് വളരെ കലുഷിതമായിരിക്കുന്നു. തിരക്കാണ് അവിടെ. പക്ഷെ അതെല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആ കടലെന്ന അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഉണ്ടായത്. അതുപോലെ ആത്മാവെന്ന അധിഷ്ഠാനത്തിലാണ് ഈ പ്രപഞ്ചം പുറത്തെന്ന പോലെ തോന്നുന്നത്. അവിടെ അധിഷ്ഠാന സത്ത ആത്മാവാണ്. ആത്മനി, ആത്മാവിൽ, മായയാൽ, ആ ഒരു വാക്ക് എടുത്തോളം, എല്ലാ ഒരക്ഷരം മാറിയാൽ ഇതിൻ്റെ സത്തേ പോയി, ഒരു വേർഡ് മാറിയാൽ. മായാഭ്രമത്താൽ, തൃതീയ വിഭക്തിയാണ്. മായാ എന്നാണ് അതിൻ്റെ പ്രഥമ വിഭക്തി. അതിൻ്റെ തൃതീയ വരുമ്പോൾ മായയാൽ, അല്ലേ? അല്ലെങ്കിൽ മായാ കാരണമായി, മായാ കാരണേന. മൗന ഭാഷയിൽ ഇരിക്കുക. അപ്പോഴാണ് നമ്മളോട് പറയാനുള്ള, ഈശ്വരന് പറയാനുള്ളതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് മിണ്ടാതിരുന്ന് ശ്രവിക്കുക. അപ്പം നോക്കൂ, ബഹിഹി ഇവ ഉദ്ഭൂതം, പുറത്ത് എന്ന പോലെ ഉണ്ടായതാണ്, തോന്നുന്നതാണ്. അത് പുറത്തു നിന്നുണ്ടായതാണ്. ബഹിഹി എന്നുള്ള വാക്കിന് പുറത്ത്, അന്തഹ എന്ന് പറഞ്ഞ അകത്ത്, അന്തഹ അകത്ത്, ബഹിഹി പുറത്ത്. അപ്പോൾ ബഹിഹി ഇവ ഉദ്ഭൂതം എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നതുപോലെ തോന്നുന്നു. ഉണ്ടായത് ഉള്ളിലാണ്, കണ്ടതും ഉള്ളിലാണ്. പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കുന്നു? ഇത് പുറത്താണ്, ലോകം പുറത്താണ്, രാമനും കൃഷ്ണനും ഗോവിന്ദനും ഞാൻ കണ്ട ലോകവും വിദ്യാലയവും എല്ലാം പുറത്താണ്. പക്ഷെ ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പ്രകാശിച്ച് നിൽക്കുന്നത് എന്ന വലിയ സത്യമാണ് നമ്മുടെ മുന്നിലേക്ക് ഗുരുക്കന്മാർ വെക്കുന്നത്. അപ്പോൾ ബഹിഹി ഇവ, ആത്മാവിൽ മായാ കാരണത്താൽ പുറത്തെന്നതുപോലെ തോന്നുന്നു, പുറത്തെന്നതുപോലെ ഉണ്ടാകുന്നു. ബഹിഹി ഇവ ഉദ്ഭൂതം, ഉദ്ഭൂതം എന്ന് ഉണ്ടാകുന്നു, പുറത്തെന്നതുപോലെ ഓരോന്ന് പൊന്തി വരുന്നു, ഉണ്ടാകുന്നു. എന്നിട്ട് പറയാണ് യഥാ നിദ്രയാ പശ്യൻ, യഥാ നിദ്രയാ പശ്യൻ, എപ്രകാരമാണോ ഉറക്കത്തിന് മുൻപ് സ്വപ്നം കാണുന്നത് അതുപോലെ. സ്വപ്നം കണ്ടപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല, ശരീരമില്ല, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ഓരിടത്തേക്കും നമ്മൾ ഓടില്ല, ചലിച്ചില്ല. എന്തെല്ലാം ദൃശ്യങ്ങൾ ഉണ്ടാക്കി കണ്ടു. ഇത് ആര് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആര് കാണും? നല്ല സദ്യ കൊണ്ടുവന്ന് കണ്ടു, നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടു, ബന്ധുജനങ്ങളെ കണ്ടു, ഇഷ്ടമുള്ളവരെയൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു, ചിരിച്ചു. അതിൻ്റെ പ്രകടനം നമ്മൾ ചിലപ്പോൾ കിടക്കയിലൊക്കെ കിടന്ന് ചിരിക്കും. ഇനി ഭയന്നാൽ ആ ഭയന്നതിൻ്റെ ലക്ഷണവും ഒക്കെ കിടക്കയിൽ കാണും. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് സത്യം എന്നതുപോലെ. എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്നിട്ടാണോ സദ്യ ഉണ്ടത് അവിടെ? രാത്രി കിടക്കാൻ പോയപ്പോൾ സദ്യവട്ടങ്ങൾ ഒരുക്കിയിട്ടല്ലല്ലോ കണ്ടത്. എവിടെ നിന്നാണ് എടുത്ത് കണ്ടത്? അവനവനിൽ നിന്ന് തന്നെ. അത് ഗുരുക്കന്മാർ വെച്ചിരിക്കുന്ന ഉദാഹരണം കണ്ട. യഥാനിദ്രയാ പശ്യൻ, സ്വപ്നം ആർക്ക് വരണോ? ആര് കണ്ടു? ശരീരവും ഇന്ദ്രിയവും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നോക്കൂ, അതുപോലെ എപ്രകാരമാണോ സ്വപ്നാവസ്ഥയിൽ സ്വപ്നത്തിലുള്ളതെല്ലാം കാണുന്നവനിൽ തന്നെ വർത്തിക്കുന്നത്. തന്നിൽ നിന്ന് എടുത്ത് സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് തന്നിലേക്ക് തന്നെ അത് ലയിപ്പിച്ചതിന് ശേഷം ഇറങ്ങി വരണത്, നമ്മൾ ഉണർന്നു വരണത്. അതുപോലെ ഈ ജാഗ്രതയിൽ കാണുന്നതും നമ്മുടെ ഉള്ളിലുള്ള ലോകം തന്നെയാണ്. അത് ഏതുപോലെയെന്ന് വെച്ചാൽ കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്ന നഗരത്തിൻ്റെ ആ ഒരു പ്രതിബിംബം പോലെ ആണ് നമ്മുടെ പുറമേയുള്ള ലോകം. പക്ഷെ അത് വന്നത് ഉള്ളിൽ നിന്നാണ് എന്ന് പറയാണ്. അത് വിശദീകരിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. വാക്യാർത്ഥം കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല. ഗുരുവിൻ്റെ കൃതിയൊക്കെ വെച്ചത് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതുപോലെ വേറെ നാമം ജപിക്കുന്ന ക്ലാസ് കേട്ടിട്ട് നമുക്ക് നാമം ജപിക്കാം. ഇപ്പം ഇത്തിരിയേറെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. മനസ്സിലാകണതൊക്കെ മനസ്സിലാക്കുക, ഇല്ലാത്തൊക്കെ വിട്ട് കളഞ്ഞേക്കുക.
ഭഗവാനെ ഇതെനിക്ക് തെളിയിച്ചു തരണേ ഗുരു എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഇതല്ലാതെ, ഇത് തെളിയാതെ, അതിന് വിദ്യാഭ്യാസം വേണ്ട, വേദാന്ത വിദ്യ വേണ്ട, അക്ഷരജ്ഞാനം പോലും വേണ്ട, ശ്രവണം മതി, ഭക്തിയോടെയുള്ള ശ്രവണം മതി നമുക്ക് തെളിയാൻ, കേട്ടോ. അപ്പോൾ അതല്ലാതെ, ഈ അറിയേണ്ടത് അറിയാതെ ഈ ലോക ജീവിത യാത്രയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം പോയാൽ പിന്നെയും വരും, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വരലുകൾ ഏറ്റവും, ഇനി വന്നാൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതരമാക്കണമെങ്കിൽ കേൾക്കേണ്ടതിനെ കേൾക്കണം, ചിന്തിക്കേണ്ടതിനെ ചിന്തിക്കണം, അറിയേണ്ടതിനെ അറിയണം, അല്ലേ? അങ്ങനെ ഒരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് ഏകാഗ്രതയോടെ കേൾക്കുക. നമ്മൾ നമ്മുടെ വാക്കുകളൊന്നുമല്ല പറയണത്, നമ്മുടെ ഒന്നുമില്ല ഇതിൽ. മഹാപുരുഷന്മാരുടെ അനുഭവം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, വാക്കുകളിൽ അവർ പറയാൻ കൃപയോടെ ആ ഒരു കൃപ കാണിച്ചിരിക്കുന്നു. അത് നമ്മൾ ഇവിടെ ഇരുന്ന് വിചാരം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ നോക്കിക്കേ, യഥാ നിദ്രയാ പശ്യൻ, എപ്രകാരമാണോ ഉറക്കത്തിലെ സ്വപ്നം കണ്ടിട്ട് ആ കണ്ട ദൃശ്യങ്ങൾ മുഴുവൻ അവനവനിലേക്ക് തന്നെ മറച്ച് ഒതുക്കി അല്ലെങ്കിൽ ലയിപ്പിച്ച് നമ്മൾ ഉണർന്നു വരുന്നത് പോലെ, ഈ ബാഹ്യപ്രപഞ്ചം മുഴുവൻ ഒരു കണ്ണാടിയിൽ കാണുന്ന ആ ദൃശ്യം പ്രതിബിംബം പോലെ നമ്മളുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയാണ്. അപ്പോൾ യഥാ നിദ്രയാ പശ്യൻ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ സ്വപ്നാവസ്ഥയിൽ സ്വപ്നം പശ്യൻ കാണുന്നവനായി വർത്തിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നവനായി വർത്തിക്കുന്നത്, അതുപോലെ. യഥാ എന്ന് പറഞ്ഞാൽ അതുപോലെ, എപ്രകാരമാണോ സ്വപ്നം തന്നിൽ നിന്ന് തന്നെ വരുന്നതായി കണ്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെ യഹ പ്രബോധസമയേ സ്വാത്മാനമേവ അദ്വയം സാക്ഷാത്കുരുതേ. യഹ യാതൊരുവനാണോ പ്രബോധസമയെ, പ്രബോധത്തിന് രണ്ടർത്ഥം എടുക്കാം. ഒന്ന്, നമ്മൾ ഉറക്കത്തിൽ നിന്ന്, സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു. രണ്ട്, സാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ, സ്വസത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ. ബിന്ദുജി ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. എത്രയോ ആളുകൾ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ഒരാളുടെ ഒരു ഓഡിയോയിൽ, നോക്കൂ. അപ്പോൾ യാതൊരുവനാണോ പ്രബോധ സമയേ, ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ, അല്ലെങ്കിൽ ഉറങ്ങുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ സ്വപ്നം കാണുന്നവനാണെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു അജ്ഞാനിയാണെങ്കിൽ പരമസത്യത്തെ തിരയുന്ന ഒരുവൻ ആ സത്യാനുഭൂതി ഉണ്ടാകുമ്പോൾ, അങ്ങനെ അർത്ഥം കൊടുക്കുക കേട്ടോ. പ്രബോധ സമയേ, സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ, അല്ലെങ്കിൽ സത്യമറിയുമ്പോൾ, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ. നോക്കൂ, അപ്പോ യഹാ പ്രബോധ സമയേ സ്വാത്മാനമേവ തന്നെ ഏകവും അദ്വിതീയവുമായ ആത്മാവിനെ തന്നെയാണ്. ആത്മാവിനെ തന്നെ. എങ്ങനെയുള്ള ആത്മാവിനെ? അദ്വയം, രണ്ടില്ലാത്ത ആ ഏകതയെ തന്നെയാണ് സ്വാത്മാനം ഏവ അദ്വയം. ആത്മാവിനെ തന്നെ. എങ്ങനെയുള്ള ആത്മാവിനെ? ആ ഏകാത്മകതയെ, അദ്വയമായ, രണ്ടില്ലാത്ത ആ ഏകമായ ആത്മാവിനെ തന്നെയാണ് സാക്ഷാത്കരിക്കുന്നത്. എന്നുവെച്ചാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. സാക്ഷാത്കുരുത എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അറിയുന്നത് എന്നുള്ള അർത്ഥം. ഉറക്കത്തിൽ നിന്ന്, നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ അവന്റെ കണ്ട ദൃശ്യങ്ങളെല്ലാം എപ്രകാരമാണോ ആ കണ്ടവനിലേക്ക് തന്നെ അടങ്ങിയത്, അതുപോലെ ആത്മസാക്ഷാത്കാരം ഉണ്ടായപ്പോൾ മനസ്സിലായി ഒരേ ഒരു ആത്മാവ് തന്നെയാണ് സത്യമുള്ളതെന്നും രണ്ടിവിടെ ഇല്ല എന്നും മനസ്സിലായി. അത് നമുക്ക് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ, അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട്, അങ്ങനെയുള്ള ഗുരുമൂർത്തിക്കായിക്കൊണ്ട്. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ, അങ്ങനെയുള്ള പരമഗുരുവിനായിക്കൊണ്ട്. നമഃ, നമസ്കാരം. അങ്ങനെയുള്ള പരമഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ, തസ്മൈ, അതിനു വേണ്ടി, അല്ലേ? സഹ എന്ന ശബ്ദത്തിന്റെ ചതുർത്ഥി വിഭക്തിയാണ്.
സഹ തൗ തേ തം തൗ താൻ തേന താഭ്യാം തൈഹി തസ്മൈ താഭ്യാം തേഭ്യഃ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാമശബ്ദം വന്നതുകൊണ്ടാണ് അതിൻ്റെ ചതുർത്ഥി വിഭക്തി ഉപയോഗിച്ചത്. അങ്ങനെയായിട്ടുള്ള തസ്മൈ, അങ്ങനെയെല്ലാമുള്ള ശ്രീ ഗുരുമൂർത്തയേ, മൂർത്തി ശബ്ദത്തിന്റെ ചതുർത്ഥിയാണ് മൂർത്തയേ. തസ്മൈ എന്നുള്ളതും ചതുർത്ഥിയാണ്. അതിന്റെ വിശേഷണപദമായ ഗുരുമൂർത്തയേ എന്നുള്ളതും ചതുർത്ഥിയാണ്. ആയിക്കൊണ്ട് ചതുർത്ഥി, അതിനായിക്കൊണ്ട് എന്നാണ് അർത്ഥം ചതുർത്ഥിയുടെ. ഫോർ എന്ന അർത്ഥമാണ്. ഫോർ ഗുരു, ഇംഗ്ലീഷ് പറയുന്ന കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഫോർ. അപ്പോൾ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ, അങ്ങനെയുള്ള ആ പരമഗുരുവിനായിക്കൊണ്ട് നമഃ, നമസ്കാരം. ഇതം ദക്ഷിണാമൂർത്തയേ, ആ പരമചൈതന്യമാണ് ദാ ഇവിടെ എൻ്റെ മുന്നിൽ ദക്ഷിണാമൂർത്തിയായിരിക്കുന്നു. ഈ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം എന്നാണ് കേട്ടോ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ. ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഇനി ഇതിൻ്റെ ആശയം ഒന്ന് ഒരുമിച്ചുള്ളൊരാശയം ഒന്ന് കുറിച്ചെടുക്കുക എല്ലാവരും. നമ്മൾ സ്വാനുഭവം ഇല്ലാത്തവരായതുകൊണ്ടാണ് ഇത് ഒന്ന് രേഖപ്പെടുത്തിയൊക്കെ വെക്കേണ്ടത്. നമ്മുടേതായ ഒരു പഠനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തയിൽ ഇത് പിന്നെ ചിന്തിച്ച് നമ്മൾ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ഒന്നും വേണ്ട, വെറുതെ ശ്രവണം ചെയ്താൽ മതിയാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ശ്ലോകത്തിൻ്റെ ഒരു സാരാർത്ഥം പറയുമ്പോൾ, നഗരം കണ്ണാടിയിൽ പ്രതിഫലിക്കപ്പെടുന്നത് പോലെ, നഗരം കണ്ണാടിയിൽ പ്രതിഫലിക്കപ്പെടുന്നത് പോലെ നാമരൂപാത്മകമായ വിശ്വം മനസ്സിലായില്ലെങ്കിൽ ലോകം എന്ന് എഴുതിക്കോ. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഏതെങ്കിലും ഒരു പദം ഉപയോഗിച്ചോളൂ. നഗരം കണ്ണാടിയിൽ പ്രതിഫലിക്കപ്പെടുന്നത് പോലെ നാമരൂപാത്മകമായ വിശ്വം മുഴുവനും അവനവനിലെ അന്തരാത്മാവിൽ, സ്വരൂപത്തിൽ അല്ലെ, അവനവനിലെ അന്തരാത്മാവിൽ പ്രതിഫലിക്കുന്നു എങ്കിലും ഈ അനുഭവം എവിടെയാണെന്ന് തോന്നുന്നു? ഈ അനുഭവം പുറത്തെന്നതുപോലെ തോന്നുന്നു. ഈ അനുഭവം പുറത്തെന്നതുപോലെ തോന്നുന്നു. ആദ്യത്തെ സെന്റൻസ് ഒന്നുകൂടെ പറയാം. നഗരം കണ്ണാടിയിൽ പ്രതിഫലിക്കപ്പെടുന്നത് പോലെ നാമരൂപാത്മകമായ വിശ്വം മുഴുവനും അവനവനിലെ അന്തരാത്മാവിൽ പ്രതിഫലിക്കുന്നു എങ്കിലും ഈ അനുഭവം പുറത്താണെന്നതുപോലെ തോന്നുന്നു. സ്വപ്നം കാണുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വളരെ ലളിതമായി പറയുന്നത്, അപ്പൊ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വപ്നം കാണുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എങ്ങനെ തന്നെ? അകത്തുനിന്ന് കണ്ടപ്പോൾ എൻ്റെ ഉള്ളി കണ്ടെന്നല്ല കണ്ടതല്ലേ. നമ്മളൊരു സ്ഥലവും ദേശവും ഒക്കെ കണ്ടു. ഇപ്പം എൻ്റെ സ്കൂളിൽ റീയൂണിയൻ നടക്കുകയാണ്. ഞാൻ സ്കൂൾ കണ്ടു, പുറത്ത് മരങ്ങൾ കണ്ടു, ആളുകളെ കണ്ടു, എല്ലാം കണ്ടു. പുറത്തൊന്നും പോയില്ലല്ലോ. അകത്ത് തന്നെ കണ്ടത് പുറത്താണെന്നും പറഞ്ഞില്ലേ നമ്മൾ കണ്ടേ. വെറുതെ ഒന്ന് ചിന്തിക്കണം, നല്ലതായി ചിന്തിക്കണം കേട്ടോ. ഞാനിപ്പോൾ ശരി പോണ ഭഗവാനെ, കാലൊന്നും വയ്യ, എന്നാലും എനിക്കൊന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പോകാൻ പറ്റില്ല. സ്വപ്നത്തിൽ ഭഗവാൻ എന്താ ശിവഗിരി കാണിച്ചു തരിക. അപ്പോൾ അതെവിടെ കണ്ടേ? ഉള്ളിലാ. പക്ഷെ നമുക്ക് എങ്ങനെ തോന്നി? പുറത്താണെന്ന് തോന്നി. അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ അനുഭവം ബാഹ്യഭാഗത്താണെന്ന് അല്ലെങ്കിൽ പുറത്താണെന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ സ്വപ്നം കാണുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അടുത്തത്, സ്വപ്നത്തിൽ നിന്നുണർന്നാൽ എല്ലാം ഒന്നായി തീരുന്നത് പോലെ
സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ എല്ലാം ഒന്നായി തീരുന്നത് പോലെ സത്യസാക്ഷാത്കാര സമയത്ത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ എല്ലാം ഒന്നായി കാണുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കണ്ടവനും കണ്ട ദൃശ്യങ്ങളും എല്ലാം തന്നിലേക്ക് തന്നെ അടങ്ങിയെന്ന് അർത്ഥം മനസ്സിലാക്കി എഴുതിക്കോളും. വെറുതെ വരികൾ എഴുതി വെക്കരുത്. നല്ല വ്യക്തമായതിനു ശേഷം ഓരോന്നും കുറിക്കുക. കാരണം നമുക്കിത് ചിന്ത ചെയ്യാൻ വേണ്ടിയിട്ട് അത് തരണത്. നമ്മൾ മറന്നുപോകും. നമ്മളിനിയിപ്പോൾ എത്രയോ ഭൗതിക കാര്യങ്ങളിൽ വ്യവഹരിക്കുന്നവര്, എത്രയോ ദുരിതാത്മകമായി സംസാരത്തിൽ നീന്തുന്നവരാണ്. നാം ഓർത്തു വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതൊക്കെ അജ്ഞാന തലവാണ് നമ്മളെ എഴുത്തും വായനയൊക്കെ. അപ്പോൾ നോക്കൂ, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ എല്ലാം ഒന്നായി തീരുന്നത് പോലെ എന്നുള്ളത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ സ്വപ്ന ദൃശ്യങ്ങളെല്ലാം കണ്ടവനിലേക്ക് തന്നെ അടങ്ങി എഴുന്നേറ്റ് വന്നത് ഈ കൂട്ടുകാരും വിദ്യാലയവും ഒന്നും അല്ല, ആ കണ്ടവൻ തന്നെ എഴുന്നേറ്റ് വന്നത്. അതാണ് അങ്ങനെ പറഞ്ഞത്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ എല്ലാം ഒന്നായി തീരുന്നത് പോലെ സത്യസാക്ഷാത്കാര സമയത്ത് പ്രപഞ്ചം മുഴുവനും നമ്മളിങ്ങനെ അനുഭവിക്കുന്ന ഒരു ഒരു സമയം അല്ലെങ്കിൽ ഒരു മുഹൂർത്തം കൂടി നമുക്ക് തരും. ഈ ആനന്ദത്തെ അനുഭവിക്കുന്നു. അതിനാണല്ലോ നമ്മളിങ്ങനെ ഹേഴകളായിട്ട് ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ സത്യസാക്ഷാത്കാര സമയത്ത് പ്രപഞ്ചം മുഴുവനും തൻ്റെ തന്നെ ആത്മസ്വരൂപമാണെന്ന് സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന സാക്ഷാത്കരിക്കുവാനായിട്ട് സഹായിക്കുന്ന എന്ത് സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നത്? പ്രപഞ്ചം മുഴുവനും തൻ്റെ തന്നെ ആത്മസ്വരൂപമാണ്. താൻ തന്നെയാണ് പ്രപഞ്ചരൂപത്തിൽ വിരിഞ്ഞത്. തന്നിൽ നിൽക്കുന്ന ചൈതന്യമാണ്. ആ ചൈതന്യമാണ് പരമ്പൊരുള് തന്നെ എന്ന അനുഭവം. അപ്പൊ ആത്മസ്വരൂപമാണെന്ന് സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന വിശ്വഗുരുവായ ശ്രീ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം അർപ്പിക്കുന്നു. ഇതിനൊക്കെ എനിക്കൊരു ഗുരു വേണം. ഗുരുവില്ലെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ എൻ്റെ കുട്ടികളുടെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ എൻ്റെ പൂജ, ആരാധന, നാമജപം, ഇതിലൊക്കെ മാത്രമായിട്ട് ഞാൻ പോവും. പക്ഷേ ആ ഒരു തലത്തിൽ നിന്ന് ഉയർത്തിയിട്ട് നീ തന്നെയാണ് എല്ലാം എന്നൊരനുഭവം നമുക്ക് തരണമെങ്കിൽ ഒരു ഗുരു നമ്മുടെ മുന്നിൽ വരണം. പറഞ്ഞില്ല, ഗുരുവായി വന്നതും ഈശ്വരനായി വന്നതും എൻ്റെ ആത്മാവായിരിക്കുന്നതും ഒന്നാണെന്ന് പറഞ്ഞില്ലേ? ഇനി സംശയം ചോദിക്കരുത്. പഠിക്കുന്ന നീയും ദക്ഷിണാമൂർത്തി തന്നെയാ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇതം ദക്ഷിണാമൂർത്തയെ നമഃ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവായിരിക്കുന്നതും ദക്ഷിണാമൂർത്തിയാണ്. ഞാൻ ആ ദക്ഷിണാമൂർത്തി സ്വരൂപനായ എൻ്റെ തന്നെ ആത്മചൈതന്യത്തിനും നമസ്കാരം കൊടുക്കുന്നത്. നോക്കൂ, അപ്പോ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ആശയം ഒന്നുകൂടെ പറയാം. നഗരം കണ്ണാടിയിൽ പ്രതിഫലിക്കപ്പെടുന്നത് പോലെ നാമരൂപാത്മകമായ വിശ്വം മുഴുവനും അവനവനിലെ അന്തരാത്മാവിൽ പ്രതിഫലിക്കുന്നു എങ്കിലും ഈ അനുഭവം പുറത്താണെന്നതുപോലെ തോന്നുന്നു. സ്വപ്നം കാണുന്നത് പോലെ, അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന സമയത്തും എങ്ങനെയാണോ അങ്ങനെ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ എല്ലാം കാണുന്നവനും സ്വപ്നദൃശ്യം, അവിടെ എല്ലാം ഒന്നായി തീരുന്നത് എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി സ്വപ്ന ദൃശ്യങ്ങളും സ്വപ്നം കണ്ടവനും എന്ന് വെറുതെ ബ്രാക്കറ്റ് കൊടുത്തോ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ എല്ലാം ഒന്നായി തീരുന്നത് പോലെ, സ്വപ്നം കണ്ടവനും സ്വപ്ന ദൃശ്യങ്ങളും എല്ലാം ഒന്നായി തീരുന്നത് പോലെ സത്യസാക്ഷാത്കാര സമയത്ത് പ്രപഞ്ചം മുഴുവനും തൻ്റെ തന്നെ ആത്മസ്വരൂപമാണെന്ന് സാക്ഷാത്കരിക്കുവാൻ സഹായിക്കുന്ന വിശ്വഗുരുവായ പരമ്പൊരുളായ ശ്രീ ദക്ഷിണാമൂർത്തിക്ക് ഈ നമസ്കാരം അർപ്പിക്കുന്നു. അല്ലേ? നമുക്ക് ശ്ലോകം ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ വായിച്ചിട്ട് അങ്ങ് നിർത്തിയേക്കാം. നമ്മുടെ സമയമായി. അടുത്ത ക്ലാസ് ഇതിൻ്റെ വ്യാഖ്യാനം ഉണ്ടാവും. ക്ലാസ് ആരും ആബ്സെൻ്റ് ആകരുത്. കാരണം ഒരെണ്ണം മിസ്സായിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടില്ല. ഒന്നുകൂടെ എല്ലാവരും ആ ശ്ലോകം ഒന്ന് മനനം ചെയ്യണം കേട്ടോ. നോക്കൂ,
വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യത് സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ നമസ്തേ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നന്ദി.